റോസ് പ്ലാന്റ്സ് വളർത്തുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എൻ്റെ റോസ് പ്ലാന്റ്സ് റീപോർട്ട് ചെയ്തതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് വളങ്ങളും പെസ്റ്റിസൈഡുകളും ഫംഗിസൈഡുകളും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിനൊരു ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് കൊടുത്തു തുടങ്ങിയാൽ മതി. പെസ്റ്റിസൈഡ് ഞാനൊരു 3 ദിവസം കൂടുമ്പം കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളത് കൊടുക്കാൻ വിട്ടുപോകരുത്. ഞാൻ ആ രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ റോസുകളൊക്കെ ഏകദേശം ഒരു 1.5 വർഷം 2 വർഷം ആവാറായിട്ടുള്ള റോസ് പ്ലാന്റ്സ് ആണ്. അതിൽ മദർ പ്ലാന്റ്സ് ഉണ്ട്, ബേബി പ്ലാന്റ്സ് ഉണ്ട്, മീഡിയം സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്ലാന്റ്സുകളാണ്. അന്ന് ഞാൻ ആ രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തു വന്നതുകൊണ്ട് ഈ കഴിഞ്ഞ കർക്കിടക മാസത്തിലെ മഴയ്ക്ക് എനിക്ക് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വളങ്ങൾ പോലും എനിക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് വീണ്ടും തളർത്ത് കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും പെസ്റ്റിസൈഡ് തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ തന്നെയാണ് എല്ലാ പ്ലാന്റ്സിലും വരാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ബഡ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടുകൾ നല്ല രീതിയിൽ പൂക്കളെ വന്ന് നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പെസ്റ്റിസൈഡ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. 3 മാസം കെയറിങ് ഇല്ലാതിരുന്നിട്ടും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വീണ്ടും വളർന്നു വരുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ റോസ് പ്ലാന്റ്സ് പുതിയതായിട്ട് വെക്കുമ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക്